കെ സുധാകരൻ കെപിസിസി അധ്യക്ഷ പദവിയിൽ തിരിച്ചെത്തുമ്പോൾ അതൃപ്തി തുടർന്ന് ഒരു വിഭാഗം നേതാക്കൾ ഇന്നലെ നടന്ന ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിൽ നേതൃസ്ഥാനത്തുള്ള ചിലർ പങ്കെടുക്കാതിരുന്നത് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണെന്നാണ് സൂചന. അതേസമയം ചുമതല കൈമാറാൻ എത്താതിരുന്ന ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന എം ഹസൻ ഇപ്പോഴും മൌനം തുടരുകയാണ്. വിവരങ്ങൾ നൽകുന്നത് ഡാൻ കുര്യനാണ്. ഡാൻ, ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന ഹസൻ ഇന്നലെ സുധാകരൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ എത്തിയിരുന്നില്ല. ഈ അതൃപ്തി നേതാക്കൾ പരസ്യമാക്കുന്നതിന് പിന്നിൽ എന്തെന്ന് വേണം മനസ്സിലാക്കാൻ? സ്വാഭാവികമായി ജൂൺ 4-ാം തീയതി വരെ, അതായത് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്നതുവരെ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് എം ഹസൻ തുടരുമെന്നായിരുന്നു എ ഗ്രൂപ്പിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളുടെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ ഒരു പ്രതീക്ഷ. അത്തരത്തിൽ തന്നെയുള്ള ചർച്ചകളായിരുന്നു ഡൽഹിയിലടക്കം നടന്നിരുന്നതും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനിടയിൽ. പക്ഷേ സമ്മർദ്ദ നീക്കവുമായി കെ സുധാകരൻ രംഗത്തെത്തുകയും ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി ദിവസങ്ങൾക്കകം തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ എടുക്കണമെന്ന നിലപാട് കടുപ്പിക്കുകയും ചെയ്തതോടെയാണ് നേതൃത്വം പ്രതിസന്ധിയിലായത്. അതിന് പെട്ടെന്നൊരു പരിഹാരം കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് കെപിസിസി അധ്യക്ഷ പദവി എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ സുധാകരന് നൽകിയത്. ആ പശ്ചാത്തലത്തിലാണ് ഇന്നലെ രാവിലെ അദ്ദേഹം ഇന്ദിരാഭവനിൽ എത്തി ചുമതല ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ പ്രമുഖ നേതാക്കളെല്ലാം, ഭാരവാഹികളെല്ലാം ആ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. കെപിസിസി ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ മാത്രമാണ് ഔദ്യോഗികമായി അദ്ദേഹത്തോടൊപ്പം ആ ചടങ്ങിൽ പങ്കെടുത്തത്. ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന എം ഹസൻ ചുമതല കൈമാറാൻ പോലും അവിടേക്ക് എത്തിയില്ല എന്നതാണ് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചത്. പക്ഷേ അതിനുശേഷവും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ എം ഹസൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ വാർത്ത വരുന്നതിന് തൊട്ട് മുൻപാണ് അദ്ദേഹം ഈ കെ സുധാകരൻ ഈ അധ്യക്ഷ പദവിയിലേക്ക് മടങ്ങിയെത്തുന്നുവെന്ന വാർത്ത വരുന്നതിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം വിളിച്ച വാർത്താ സമ്മേളനം തന്നെ റദ്ദാക്കിയത്. അങ്ങനെ ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളോട് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ തയ്യാറാകാത്തതെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കോൺഗ്രസിനുള്ളിൽ ഒരു അതൃപ്തി കെ സുധാകരനും വി ഡി സതീശൻ ചേരിയും തമ്മിൽ ഉടലെടുത്തിരിക്കുന്നു. അത് നേതൃത്വം ഏത് തരത്തിലായിരിക്കും ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി ഇടപെടൽ നടക്കുക എന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഡാനൊപ്പം ഹസൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. വി ഡി സതീശനും പ്രതികരിക്കേണ്ടതുണ്ട്. ഇതുണ്ടാകുമോ? സ്വാഭാവികമായി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് മൌനം തുടരാനുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിഷയം ചർച്ചയാക്കരുത് എന്ന നിർദ്ദേശം നേതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ പരസ്യ പ്രതികരണത്തിന് അവരാരും തയ്യാറാകാൻ വഴിയില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഹൈക്കമാൻഡ് നേതൃത്വത്തെ അമർഷം അറിയിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡ് ആയിരിക്കും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുക. ഏത് തരത്തിലായിരിക്കും ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷേ സ്വാഭാവികമായി നിലവിലത്തെ സാഹചര്യത്തിൽ മൌനം തുടരുകയാണെങ്കിലും അതൃപ്തിയോടെയാണ് ആ മൌനം മറ്റ് നേതാക്കൾ തുടരുന്നതെന്ന് അവരുടെ പ്രകടനത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ശരി, കെ സുധാകരൻ കെപിസിസി അധ്യക്ഷ പദവിയിൽ തിരിച്ചെത്തിയതിൽ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. വിവരങ്ങൾ നൽകിയത് ഡാൻ കുര്യൻ. പാലക്കാട്